ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അതിന് ഞാനിന്ന് എടുത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് ഓലക്കൊഴുവയാണ്. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ നല്ല ഇത്രയും വലുപ്പത്തിലുള്ള പീസിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ മീനിൻ്റെ ഒക്കെ നമ്മൾ കഴുകുമ്പോൾ ഉളുമ്പ് കളയാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ കല്ലുപ്പോ അല്ലെങ്കിൽ സാദാ ഉപ്പോ ഒക്കെ തേച്ച് തിരുമ്മി നല്ലപോലെ കഴുകി വാലി എടുക്കുമ്പോഴത്തേക്കും ഈ മീനിൻ്റെയൊക്കെ ഈ ഉളുമ്പ് മണമൊക്കെ ഉളുമ്പ് ചൊവയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് വരുവാണ്. ഞാനൊരു 10-12 ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളിയും 2 ഇങ്ങനെ ചെറിയ പീസസ് ഉള്ള ഒരു എന്താണ് 3/4 കഷ്ണം ഇഞ്ചി ഉണ്ടാവും. ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് ചേർക്കാം. ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയതാണ്, ഒരു പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പഴുത്ത മുളകാണ് എടുക്കുന്നത്. അപ്പം ഇത്രയും. ഇനി നമുക്കിനി പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് പെരുംജീരകം പൊടിച്ചതാണ്. ഇവിടെ പെരുംജീരകം ഞാൻ നേരത്തെ പൊടിച്ച് വയ്ക്കാറുണ്ട്. പെരുംജീരകം പൊടിച്ചതില്ല, പെരുംജീരകം മാത്രമായിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ 1/2 സ്പൂൺ ഇടുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു 1/4 ടീസ്പൂൺ ഞാൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്കിവിടെ ഫിഷ് മസാല ഞാൻ വെക്കാറില്ല, മേടിക്കാറില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഗരം മസാല ഞാൻ പൊടിച്ചത് ഞാൻ ഇട്ടിരിക്കുന്നത്. ഫിഷ് മസാല വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അതും ചേർക്കുക, അതാണ് ടേസ്റ്റ്. കുറച്ചും കൂടി നല്ലത് അതാണ്. ഗരം മസാലക്കാളും ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ, അതിന് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ. അങ്ങനെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതെനിക്കൊരു കൈക്കണക്കാണ്, അതുകൊണ്ടാണ് ഞാനത് സ്പൂണിൽ കാണിക്കാഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളയാണ്. അതായത് ഒരു കോഴിമുട്ടയുടെ വെള്ള, അതായത് വെള്ളം ഞാൻ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണാണ് മുട്ടയുടെ വെള്ളം ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ചേർക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയൊക്കെ പുരട്ടുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിലിട്ട് വറുക്കുമ്പോഴത്തേക്കും മസാലകളൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ളം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക, അത് മറന്നു പോകരുത്. ഇനി അരച്ചെടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇത് കണ്ടില്ലേ. ഇത് നമ്മുടെ അരപ്പെല്ലാം ഞാൻ മസാലയെല്ലാം ഇതുപോലെ നല്ല പേസ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി എല്ലാം നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നമ്മുടെ ഫിഷെല്ലാം ഇച്ചിരി വലിയ പീസസാണ്. ഞങ്ങളിവിടെ എല്ലാവരും ഇത്രയും വലിയ പീസിൽ ഫ്രൈ ചെയ്ത് കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും ചെറിയ പീസസായിട്ട്. അങ്ങനെ വേണ്ടാത്തവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം നമ്മുടെ താല്പര്യം അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ മസാലയുടെ ഉപ്പൊക്കെ നമ്മൾ പാകത്തിനാണോ എന്നൊക്കെ നമ്മൾ നോക്കുക. ഇനി നമുക്ക് ഈ മീനിലോട്ട് പുരട്ടി വയ്ക്കാം. അങ്ങനെ ഞാൻ ഈ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ പാനൊക്കെ ചൂടായി എണ്ണയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ എണ്ണയ്ക്ക് ബ്രൗണിഷ് കളറ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് വരുന്ന ബാക്കി എണ്ണ ഇതേപോലെ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഡപ്പയിൽ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. അത് കാറിച്ച് പോകത്തൊന്നുമില്ല, കാരണം നനവില്ലാത്ത ഡപ്പ ആയതുകൊണ്ട്. നനവിൽ നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. നനവില്ലാത്ത ഡപ്പ ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കാം. 2-3 ദിവസമൊക്കെ അങ്ങനെ ഇരുന്നോളൂ എണ്ണ, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പം അങ്ങനെ ബാക്കി വന്ന എണ്ണ ആയതുകൊണ്ടാണ് എണ്ണയ്ക്ക് അങ്ങനെ ഒരു കളർ വ്യത്യാസം. അപ്പം നമുക്കിവിടെ നമ്മുടെ മീനെല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ 10-15 മിനിറ്റൊക്കെ നമ്മൾ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഈ മീൻ ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് ഈ പാനിലോട്ട് ഇടാം. എണ്ണ പോരാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തു കൂടെ എണ്ണ നമുക്ക് ഒഴിക്കാവുന്നതാണ്.
ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പെറുക്കിയിടുവാണ്. ഇങ്ങനെ താണ്ട് നമ്മുടെ മീനെല്ലാം പെറുക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഒരു ഭാഗം മീൻ പെറുക്കിയിട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി എണ്ണ പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചും കൂടി എണ്ണ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത്, നമ്മൾ മീൻ പെറുക്കുമ്പോൾ എല്ലാവർക്കും ചിലവർക്ക് എണ്ണയൊക്കെ മുങ്ങിക്കിടക്കണം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക എണ്ണ. അപ്പം ഇങ്ങനെ മസാല നമ്മൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, ആ മസാലക്കൊരു പ്രത്യേക ഒരു മണമാണ്. അതായത് പെരിഞ്ജീരകത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു അരച്ച് വരുമ്പോഴത്തേക്കും ആ പെരിഞ്ജീരകത്തിൻ്റെ ആ സ്മെല്ലും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി ഇതെല്ലാം കൂടി മിക്സപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക തരം ഒരു മണമായിരിക്കും നമുക്ക് ആ മസാലയിൽ ഉണ്ടാകുന്നത്. സാധാരണ നമുക്ക് മുളക് പൊടികൾ മാത്രം ഇട്ട് നമ്മൾ എന്താണ് പേസ്റ്റ് ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം ഇനി ഈ ഒരു വശം വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ടെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവ് ചെയ്യാം, സെർവിങ് പാത്രത്തിലോട്ട് ഇടാം. എല്ലാ വശവും നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ വശവും. എന്നാൽ മാത്രമേ മസാല എല്ലാം, ഇല്ലെങ്കിൽ മസാലയുടെ പച്ചമണം നമുക്ക് വരും. അതുകൊണ്ടിട്ടാണ് എല്ലാ വശവും തിരിച്ചു മറിച്ചിട്ട് സെർവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എണ്ണ ഏത് ഭാഗത്തായിട്ടാണോ പാനിലുള്ളത് ആ ഭാഗത്തോട്ടാണ് ഞാൻ ഇതെല്ലാം നീക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിന് പകരം ഇപ്പം ഓലക്കൊഴുവ കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. ഭയങ്കര സോഫ്റ്റ് മീനാണ്, പൊടിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്, പൊടിയാണ്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏത് മീനായാലും നമുക്കിങ്ങനെ മസാല ഇട്ട് നമുക്ക് വയ്ക്കാം. ഇതാണ് നമ്മുടെ മീനിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇച്ചിരി സവാള ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യാൻ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ തന്നെ വെക്കാനേ തോന്നത്തുള്ളൂ. അപ്പം ഈ മീനല്ലാണ്ട് ഏത് മീനായാലും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മത്തി വരെ, നമ്മുടെ മത്തി വരെ, മലയാളിക്ക് ഇഷ്ടമുള്ള മത്തി വരെ നമുക്ക് ഈ ഒരു മസാല പോലെ ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും വരെ ബായ്.